ഡിജി ഗുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കണം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഇഡ്ഡലി ഉപ്മാവാണ് കേട്ടോ. ഇഡ്ഡലി ഉപ്മാവ്. അപ്പം അതിന് നമ്മളെപ്പോഴും അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പം നമുക്ക് ബാക്കി വരുമ്പോൾ പിള്ളേർക്ക് വൈകുന്നേരം അത് തന്നെ വന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കൊരു മടിയാവില്ല. അപ്പം നമ്മൾ ഇഡ്ഡലി എടുത്തിട്ട് ഇത്തിരി വെള്ളം തളിച്ച് ഓരോന്ന് ഇതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടത് വേപ്പില, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, മല്ലിയില, കുറച്ച് നല്ല ജീരകം, പിന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് കൈ കൊണ്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആണല്ലോ. ചക്ക കൊടുക്കില്ല. നമുക്കപ്പ ഇച്ചിരി കടുകിടാവേ. വറ്റൽമുളക്, പിന്നെ ഉഴുന്നുപരിപ്പ്, നല്ല ജീരകം, നമ്മുടെ കറിവേപ്പില കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തത്. നമുക്കൊരു സവാള എല്ലാവരും ട്രൈ ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ കഴിക്കാൻ. മാവൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും. ബാക്കി ഇഡ്ഡലിയുണ്ടെങ്കിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഉപ്പ് വേണ്ട, ഇഡ്ഡലിക്ക് ഉപ്പുള്ളതാണ്. നമുക്കിനി ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ്. മുളക് പൊടി വേണ്ടുന്നവർക്കാണെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ. വറ്റൽമുളക് നമ്മളെ ടേസ്റ്റ് കേട്ടോ അതിന്. എല്ലാം നല്ലോണം മൂത്ത് കേട്ടോ. കായപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. കായപ്പൊടി ഇല്ല, അതൊന്നും ഇടുന്നില്ല. ഇത് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. അപ്പം ഇഡ്ഡലി ചെല്ലാത്തൊക്കെ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഉപ്മാവാക്കാം കേട്ടോ. തുള്ളി വെള്ളം ഒന്ന് തളിക്കണം കേട്ടോ. കറക്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇഡ്ഡലി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ ആയില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്ര വലിയ പീസ് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. വെള്ളം തളിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് മല്ലിയില ഇടുന്നത്. നല്ല സ്മെല്ല് കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
സ്മെല്ലായി. ഒന്നുകൂടെ പൊടിക്കണേ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു. എൻ്റെ വീഡിയോസ് ആർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. വ്യൂസ് നല്ലപോലെ ഉണ്ട്. സബ്സ്ക്രൈബ് 170 ഒരു വർഷത്തും കൊണ്ട്. അപ്പം നമ്മളെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് കുറയുന്നത്. വ്യൂസ് എന്താ 11,000 ഒക്കെ ആയി. ഒന്നുകൂടെ ഫ്രൈ ആവണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ക്രിസ്പി പോലെ ഇരിക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ. നമ്മുടെ ഇഡ്ഡലി ഉപ്മാവ് റെഡിയായി. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിക്കോളും. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ. ലൈക്ക്